ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അടുത്ത ക്രിക്കറ്റ് വീഡിയോ. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കളി ജയിക്കും ഗൈസ്. അതത്രേ ഉള്ളൂ. അവരുമായിട്ടുള്ള രണ്ടാമത്തെ മാച്ചാണ്. 20 ഓവർ കളിയാണ്. ഫസ്റ്റ് കളി നമ്മൾ തോറ്റു, പക്ഷേ രണ്ടാമത്തെ കളി നമ്മൾ പൊരുതി ജയിക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടോസ് കിട്ടിയ നമ്മൾ ബോളിംഗ് എടുത്തിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ശക്തമായിട്ട് 20 ഓവറാണ് ഗൈസ്. ഇക്കളി നേരത്തെ ഞാൻ കുറച്ച് സ്റ്റാൻഡ് ചെയ്ത് കളിച്ചെങ്കിൽ ഇക്കളി ഞാൻ കുറച്ച് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മൈൻഡിൽ. ഞാൻ അങ്ങനെ തന്നെ കളിക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ബോളിംഗ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം ഗൈസ്. നമ്മൾ ഈ വട്ടം നമ്മൾ കുറച്ച് നേരത്തെ സ്പിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറച്ച് നേരത്തെ ഗബ്രി തുടങ്ങാന്ന് പറഞ്ഞു. നമുക്ക് സ്പിന്നിൽ തന്നെ തുടങ്ങാം. ചാർലിയും ഗബ്രി മാറി മാറി വെക്കാം. പിന്നെ ഒരു കാര്യം, മാക്സിമം എല്ലാ ബോളും കളക്ട് ചെയ്യുക. കാരണം അവർ ഒറ്റ ബോൾ 30 ആടി ഒരു പുറത്ത് നല്ല വലിച്ചടിയ പോലെ അവർ പിടിച്ചു. അവര് കുറച്ച് എക്സ്ട്രാസ് നല്ല രീതിയിൽ തന്നു നമുക്ക്. ബാറ്റിംഗ് സൈഡ് നമ്മൾ കഴിഞ്ഞ കളി നമുക്ക് വന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ബട്ട്സിൽ നമ്മൾ എക്സ്ട്രാസ് അധികം കൊടുത്തിട്ടില്ല കഴിഞ്ഞ കളി. അതുപോലെ തന്നെ എക്സ്ട്രാസ് കൊടുക്കാതെ നമ്മളിത് നമ്മൾ മാക്സിമം സ്പിന്നേഴ്സിനെ കൂട്ടാം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളെ എല്ലാ കാര്യം നമ്മൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ഇനി അതും കുറച്ചും കൂടി ബെറ്റർ ആക്കി ഈ കളി നമ്മൾ കളിക്കുക, ജയിക്കുക. എല്ലാം പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാൽ അതെല്ലാം പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഒരു കിടിലൻ പെർഫോമൻസ് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ പ്രാക്ടീസ് ആയിരുന്നു, ഇപ്പം റിയൽ ഗെയിം ആണ്. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ബോൾ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കൂടി ഉണ്ടായിരുന്നു കുറച്ച് കണ്ടീഷൻസിന്റെ. ഇപ്പോൾ വിക്കറ്റ് കുറച്ചുകൂടെ ഫ്ലാറ്റാണ്. ചിലപ്പോൾ ഇനീഷ്യലി കുറച്ച് 1-2 അടി വന്നാലും ഇൻഫീൽഡിൽ പിടിച്ചോണം. ഓക്കെ, ഇൻഫീൽഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 4 നമുക്ക് വിക്കറ്റ് ഈസി ആയിട്ട്. പെനാൽറ്റിയുടെ കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. അവർ 100 മിനിറ്റ്സ് ആണ്. അതിനെന്ത് ഇത് നമ്മുടെ സ്ഥലത്ത് ഡിലേ വന്നു കഴിഞ്ഞാൽ അവർ ആൾക്കാരെ അകത്തിടിക്കുമെന്ന് പറഞ്ഞില്ല. ഒരു ഓവറിൽ 1 റൺസ് 1 വിക്കറ്റ്. ഗുഡ് ഓവർ മാൻ. അതാ നല്ല സ്വിങ് ചെയ്തതാ പോകുന്നു 4. അത്ഭുതം എന്ന് പറയട്ടെ, ബാറ്റ്സ്മാൻ പാൻറ്റിലല്ല ബോളിലാണ് നോക്കി. എൻ്റെ ആദ്യ 2 ബോൾ അങ്ങനെയാണ് എൻ്റെ ഇത്. എൻ്റെ മോശം 2 ബോൾ ഞാൻ എറിഞ്ഞു ഓഫിൽ. നല്ലപോലെ ഡ്രൈവ് ചെയ്തു ബാറ്റ്സ്മാൻ. ചാർലേ, വീഡിയോ എടുക്കണോണ്ട് 2 ബോൾ ബാറ്റ്സ്മാൻ ഫേവറായിട്ട് 3ാമത്തെ ബോൾ ഉണ്ടാക്കാനുള്ള പരിപാടി. നമുക്ക് അവരൊരു ബോൾ പോലും അത് തന്നില്ല. പവർപ്ലേയിൽ ഞാൻ 2 ചാട്ടം ചാടി എറിഞ്ഞ ബോളാണ്. നമുക്ക് ഒരു ബോളാവും ഒരകത്തിട്ട് 2 ഓവർ 13-1. സംശയം എന്താ? ട്രൈ ചൈന മാൻ. ഗൈസ് 3 ഓവർ 22-1. കൊണ്ടിട്ടൊരു സുഖം കിട്ടില്ല. അവർക്ക് നല്ല സുഖമുണ്ടല്ലോ. That's the quality, that's the experience. പറക്കുന്നതാണ് ഇത്. ഓ എന്താ ഫാസ്റ്റ് സ്റ്റംപിങ്. എനിക്ക് മനസ്സിലായില്ല ഫസ്റ്റ് കോഴ്സ് ഇപ്പം നിനക്ക് ഗ്യാപ്പ് കിട്ടും. ഭയങ്കര സൈസ് പാളം തെറ്റിയിട്ട് വാഴത്തോപ്പി കൂടെ കൊണ്ടുപോകും. 15 ഓവറിൽ 88 5 കേട്ടോ. ഇത്തവണ നമ്മൾ നന്നായിട്ട് എറിഞ്ഞിട്ടുണ്ട്. 90 ബോൾ എറിഞ്ഞിട്ട് 88 റണ്ണേ സ്കോർ ചെയ്തിട്ടുള്ളൂ.
ഈഗിൾ ആക്ച്വലി ഗബ്രിയുടെ തുടക്കത്തിൽ 4 ഓവറിൽ 14 3 വിക്കറ്റ് എടുത്തു. ഞാനും കൂടെ 1 വിക്കറ്റ് എടുത്ത് സപ്പോർട്ട് ചെയ്തു. ഈഗിൾ 4 5-ാമത്തെ ഓവർ പേർ ചെയ്യുന്നു, 20 റണ്ണ് മാത്രം വിട്ടു കൊടുത്തു കേട്ടോ. അടിപൊളി അടിപൊളി. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേസ്. 25 ഓവറാണ് കേട്ടോ കളി. പക്ഷേ 25 ഓവറാണ് നമ്മൾ കളിച്ചത്. 25 ഓവറിൽ അവർ 185 റൺസ് അടിച്ചു. നമുക്ക് നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ അടിച്ച സ്കോറാണ് പറഞ്ഞത് 185. നമ്മൾ ശ്രമിക്കുമെന്നാണ് പറഞ്ഞത്, നമ്മൾ ജയിക്കും. അപ്പോൾ സെക്കൻഡ് ബാറ്റ് നമ്മൾ ഇറങ്ങുകയാണ്, പരിശ്രമിക്കുക. അതും പോയി.
ടീം വിളിച്ച ഷോട്ട് നാസിഫ് ബ്രോ, ഷോട്ട്. കൊള്ളാം നാസിഫ് ബ്രോ. ഇല്ല ഇടല ഷോട്ട് നാസിഫ് ബ്രോ. പുള്ളി ഇന്ന് ഒന്ന് കളിക്കാൻ പറ്റിയോ പുള്ളിക്ക്. സച്ചുവേ 66 ബോള് 51. ഷോട്ട് നാസിഫ് ബ്രോ, ഷോട്ട്. ഇടല ഷോട്ട്. എവിടെ പോയത്? പോയി. ഇതൊരു ദിവസത്തേക്ക് ഗ്രൗണ്ട് 20,000 അല്ലേ? കാര്യമായി പാഡ് കൊണ്ട ഫോർവേഡ് ഷോട്ട്. 50 നാസിഫ് ബ്രോ. ഷോട്ട്. വിഷയം സച്ചുവേ, കിടിലം ബാറ്റിംഗ്, കിടിലം. ഇവിടെ സജൂറ ഇവിടെ. ഓക്കെ. ബാറ്റിംഗ് മച്ചാ, ബാറ്റിംഗ്. ലെറ്റ്സ് ഗോ. വെൽ പ്ലേഡ്. ഗൈസ്, നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് കോണ്ടന്റ് ക്രിയേറ്റ് ടീം ഫസ്റ്റ് വിജയം. ഒപ്പം നിന്ന് കൊടുത്തത് നാസിഫിന് കറക്റ്റ് കൂട്ടായി. പൊക്കാൻ മനസ്സിലായില്ല. ബാറ്റ് പോകണേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും അടിക്കണ്ടല്ലോ. അത് അവന് കൊടുത്ത് അവൻ അടിച്ചോണ്ടിരിക്കല്ലോ. പോരെ, അവസാനം അടിച്ചില്ലേ? നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കളിക്കുമ്പോഴേ നമുക്ക് ബോളിംഗ് ഭയങ്കര ഹെൽത്തി ആണെന്നുള്ളൊരു തോന്നലുണ്ട്. ബാറ്റിങ്ങിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നത്. ഇപ്പൊ ബാറ്റിംഗ് നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്തല്ലേ. എല്ലാവരും കളിക്കുന്നുണ്ട്. എല്ലാവർക്കും കളിക്കാനുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. ഇന്ന് ബോളിംഗ് സൈഡ് നമ്മൾ രണ്ടാമത്തെ കളി കിടിലോട് എല്ലാരും ബോൾ ചെയ്തു. എല്ലാരും ബോൾ 150 അല്ല, ബോളിംഗ് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഹരിയുടെ ഇന്നിങ്സ് അടിപൊളിയായിരുന്നു. രക്ഷയില്ല. അവൻ നല്ല നല്ല സ്റ്റാർട്ടായിരുന്നു. ഇതിപ്പം നമ്മൾ ഈ കളിയാണെങ്കിൽ അവസാനം ബോൾ എറിഞ്ഞിട്ട് ജോമോനും ശ്രീയും ഒക്കെ വന്നിട്ട് ശ്രീയുടെ ഫസ്റ്റ് ഓവർ പാളിപ്പോയതാ. പക്ഷെ അവസാനം വന്നിട്ട് എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് കളിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡും ബാറ്റിംഗും ബോളിംഗും എല്ലാം ഫീൽഡും കൂടി കുറെ കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം ക്യാച്ച് വരുന്ന ബോൾ ഡ്രോപ്പ് ആയാൽ കുഴപ്പമില്ല, ബൗണ്ടറി തട്ടിയിടാതിരിക്കുക. അതിലോട്ട് പോകല്ല, അത് പോയി 4 വെറുതെ, മനസ്സിലായി. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് കുറച്ച് നമ്മൾ പേടിയാണത്, കുറച്ച് മാറണം. അറിയാലോ, നമ്മൾ കുറച്ച് റെഡി ആവുള്ളൂ. അതുകൊണ്ട് ബാക്കി നമ്മൾ സെറ്റാണ്, നമ്മൾ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും എൻജോയ് ചെയ്തല്ലേ കളിക്കാൻ. അത് മാത്രമല്ല, നമ്മുടെ KCSന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ഗെയിമാണിത്. ഇന്നത്തെ കളി CCL തുടങ്ങിയ ടീം ഒഫീഷ്യലി നമ്മൾ ഇപ്പോഴാണ് കളി തുടങ്ങുന്നത്. ഇനി മുമ്പോട്ട് പോകണം. നമ്മുടെ ഫസ്റ്റ് കളി, രണ്ടാമത്തെ കളി ജയിച്ചു. ഒരു ടൂർണമെന്റ് നമുക്ക് ഈ ജാനുവരി ഫെബ്രുവരി സമയത്ത് ചെറിയ ഏതെങ്കിലും ടൂർണമെന്റ് ഉണ്ട്, ABC കളിക്കാൻ പറ്റാതെ അങ്ങനെ ഒരു ടൂർണമെന്റ് ലീഗിൽ നമുക്ക് ഇന്നാവാം, മനസ്സിലായോ? ആ ലീഗിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ടീം ബിൽഡ് ചെയ്ത് നമുക്ക് അടുത്ത തവണ സ്പോൺസേഴ്സിനൊക്കെ സംഘടിപ്പിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ടീമാണ്, അറിയാലോ. അപ്പോൾ നമുക്കൊരു ജേഴ്സി അത്യാവശ്യമാണല്ലേ.
നമ്മളൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നമ്മളാണ്. അപ്പോൾ അവർ തന്നെ കണ്ടില്ല, അവർ എല്ലാ ആൾക്കാരും ജേഴ്സി കിട്ടാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഒരു നല്ലൊരു സാധനം നമ്മൾ അടിക്കണം. കാരണം നമ്മൾ അന്ന് പറഞ്ഞു സമയം ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള രീതി പറഞ്ഞു. ഇപ്പോൾ നമുക്ക് സമയമുണ്ട്. നിങ്ങളുടെ ക്യാപ്റ്റനോ ആരെങ്കിലും ഒരാൾ വന്ന് കൊടുക്കോ? താങ്ക് യു സോ മച്ച്. ഫോട്ടോ